അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പുസ്തകം ഇറങ്ങി. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പൂർത്തിയായി. സെക്കൻഡ് എഡിഷൻ ഇറങ്ങി. നല്ല മട്ടിലും കെട്ടിലൊക്കെയാണ് അത് അച്ചടിച്ചിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാം എഡിഷൻ മേടിച്ചവർ എന്നെ ഒരു ചെറിയ പിണക്കത്തിലൊക്കെയാണ്. അതെന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? രണ്ടാം എഡിഷൻ കുറേ കൂട്ടിച്ചേർക്കലുകളും സ്റ്റൈലാക്കലൊക്കെ ഉണ്ടല്ലോ എന്നു. സത്യത്തിൽ അതിലെന്നോട് പിണങ്ങരുത്. ഏതൊരു മനുഷ്യനും ഒരു രചയിതാവ് ഹയാത്തിലുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും അയാൾ എഴുതിയ സാധനം അയാൾ എത്ര വട്ടം വായിക്കുന്നു അത്രയും വട്ടം അയാൾക്കതിൽ മാറ്റങ്ങൾ, തിരുത്തലുകൾ വരുത്താൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതിലൊരു ഡൗട്ടുമില്ല. ഇപ്പൊ ചെമ്മീൻ എന്നുള്ള നോവല് തകഴി ശിവശങ്കരപ്പിള്ള അത് വായിച്ചാൽ ഇപ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ ഒരു 1000 തെറ്റ് അല്ലെങ്കിൽ 1000 തിരുത്തലുകൾ ഉണ്ടാവും. അതൊരു സ്വാഭാവികമാണ്. ചെമ്മീനൊക്കെ വിട്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്നെ കിതാബുൽ റിസാലയിലെ 19 വട്ടം തിരിച്ചുകൊണ്ടേയിരിക്കലായിരുന്നു. എന്തുകൊണ്ടാണ് ദലായിൽ ഖൈറാത്തിന്റെ വ്യത്യസ്തങ്ങളായ നുസ്ഖകൾ ഉണ്ടായത്, കോപ്പികൾ ഉണ്ടായത്? കാരണം ബഹുമാനപ്പെട്ട ഇമാം ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ദലായിൽ ഖൈറാത്ത് എഴുതി. അത് എത്രയോ ആളുകൾ മൂപ്പരെ ശിഷ്യന്മാരൊക്കെ പകർത്തിക്കൊണ്ടുപോയി അവരൊക്കെ അത് ചൊല്ലാൻ തുടങ്ങി. പക്ഷെ ദലായിൽ ഖൈറാത്ത് എഴുതിയതിന് ശേഷം എത്രയോ കാലം ബഹുമാനപ്പെട്ട ഒരു ഹയാത്ത് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മൂപ്പരെന്ത് ചെയ്യും? അതെടുത്തിട്ട് മൂപ്പര് വായിക്കുമ്പോൾ മൂപ്പർക്ക് തോന്നുന്നിടത്തൊക്കെ മൂപ്പര് തിരുത്തും, അല്ലെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെറുങ്ങനെ ചേർക്കും. പ്രത്യേകിച്ച് മൂപ്പര് ചേർത്തിരുന്നു ചിലപ്പോൾ സയ്യിദിന, ചിലപ്പോൾ എഴുത്തിന്റെ രൂപങ്ങൾ, അങ്ങനെ പലതും മൂപ്പര് എഡിറ്റ് ചെയ്ത് അപ്പം മൂപ്പരുടെ ഏറ്റവും ആ അവസാന കാലത്തൊക്കെ ഉണ്ടായിരുന്ന മൂപ്പരുടെ ഇമാം സുഹൈലി, അതാണ് നുസ്ഖത്തു സുഹൈലിയ എന്ന് വിളിക്കുന്നത്. ആ ശിഷ്യന്റെ കുറിപ്പ്, അതാണ് ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, അതിനെപ്പറ്റി ഇമാം നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അത് മാത്രം ശരി, ബാക്കിയൊന്നും ശരിയല്ല എന്നും മനസ്സിലാക്കരുത്. അത് ലാസ്റ്റ് മൂപ്പര് ചെയ്തത് ബാക്കിയുള്ളതൊക്കെ ശരികൾ തന്നെയാണ്. മൂപ്പര് എന്ത് ചെയ്യുമായിരുന്നു? ജസൂൽ ഇമാമ് വായിക്കുമ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലും തോന്നിയാൽ മൂപ്പര് എഴുതും. ജീവിച്ചിരിക്കുന്ന ഒരു രചയിതാവിന്റെ ഹക്കും കൂടിയല്ലേ അത്. അപ്പൊ അത് എഴുതി ചേർക്കല്, അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ദലായിൽ ഖൈറാത്ത് പ്രചരിക്കാൻ കാരണം. ഇതുപോലെ പല കിതാബുകളും പിൻകാലത്ത് അതിൻ്റെ തന്നെ മുസന്നിഫീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഡിറ്റ് ചെയ്തിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലതും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തിന് പറയണ്? പല രൂപത്തിലും അങ്ങനെ പല മേഖലകളിലും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു മൊബൈല്, ഇത്ര വലിയൊരു മൊബൈല് സാംസങ്ങിന്റെ ആയാലും ഐഫോണൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മ പുതിയത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് സെക്കൻഡ് തേർഡ് ഡേ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേനും 10+ അല്ലെങ്കിൽ 10++ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇറക്കണില്ലേ? അപ്പൊ അവരോട് പോയി കെറിവിക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മൊബൈൽ മേടിച്ചത്, പിന്നെ ഇതെങ്ങനെ നിങ്ങൾ പ്ലസ് ഇറക്കുക? എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു മൊബൈൽ മേടിച്ചിരുന്നു സാംസങ്ങിന്റെ S10 എന്നങ്ങാണ്ട് പറഞ്ഞിട്ട്. അത് മേടിച്ച് 2-3 മാസം കൂടി കഴിഞ്ഞില്ല, S10+ എന്നിട്ട് അവരൊന്ന് എഡിഷൻ പുതിയത് ഇറക്കി. അപ്പൊ S10 മേടിച്ച ഒരവസ്ഥ. ഇതങ്ങനെ ഒന്നുമില്ല. ചെറിയ നിലക്ക് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ നമുക്ക് ഒന്നാമത്തത് അതിൻ്റെ അകത്ത് പുതിയതിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോണ്ട് മാറ്റി. കാരണം ആ പഴയ ഫോണ്ട് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, ചെറിയ ഫോണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫോണ്ട്, നല്ലൊരു മോഡേൺ ഫോണ്ട് എടുത്തിട്ട്, പിന്നെ ചെറുതല്ല, കുറച്ച് കണ്ടന്റ്, ഉള്ളടക്കം ഒന്നാണ്. ആ 100 ഹിക്കായത്തുകളൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ നരേഷൻ ചെറിയ നിലക്കൊക്കെ ഭാഷ മാറ്റി, രചന ചിലയിടത്തൊക്കെ നമുക്ക് തോന്നി ഈ ലഫ്ദിനേക്കാളും ഇന്ന ലഫ്ദാണ് നല്ലത്, അപ്പം അതവിടെ ഉപയോഗപ്പെടുത്തി. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ PPM കുട്ടിദാരിമി ഉസ്താദിൻ്റെ അവതാരിക, പിന്നെ അഗത്തി ഉസ്താദിൻ്റെ അവതാരിക, ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നന്നാക്കിയിട്ടേ ഉള്ളൂ, വെടക്കാക്കിയില്ലല്ലോ. നന്നാക്കിയതിന് എന്നെ പ്രശംസിക്കല്ലേ വേണ്ടത് മക്കളെ.
നിങ്ങൾ കുറ്റപ്പെടുത്തിയാലോ? എത്രയോ ആൾക്കാരാണ് നുഹാസ് ഉസ്താദെ നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചു, നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ഇത് പുസ്തകം മേടിച്ചു, ഇപ്പൊ നിങ്ങൾ അത് അതിനേക്കാളും പ്രിയപ്പെട്ടവർ അത് മേടിക്കണം നിർബന്ധമില്ല. സെക്കൻഡ് എഡിഷൻ ആര് ഒന്നാമത്തത് മേടിച്ചവർ മേടിക്കണമെന്നില്ല. പക്ഷെ ഒന്നാമത്തത് മേടിച്ചവർ മേടിക്കണം എന്നാണ് അകത്തി പറഞ്ഞത്, മേടിപ്പിക്കണം എന്നാ പറഞ്ഞത് എന്നോട്. കാരണം എന്താ വെച്ചാൽ എന്നാൽ ആ ഫർക്ക് നമുക്കുണ്ടാവുന്ന മാറ്റം മനസ്സിലാവാൻ. ഞാൻ പറയുന്നില്ല കേട്ടോ പേഴ്സണലി, പക്ഷെ ഒന്നും രണ്ടും വെച്ച് നോക്കിയാലാണ് നമുക്ക് ഈ മേഖലയിൽ വന്നൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിൻ്റെ ആ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. ഫസ്റ്റ് ഈ പുസ്തകം അച്ചടിച്ചപ്പോൾ എന്നോട് അകത്തി പറഞ്ഞ ആദ്യത്തെ ഭാഗം, ഇത് നമ്മുടെ ഒരു പാഠക പുസ്തകമാണ് നുഹാസി എന്ന് പറഞ്ഞത്. ഇതൊരു പാഠക പുസ്തകം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പഠിക്കാനുണ്ട്. ശരിയാണ്, ഇതൊരു പാഠപുസ്തകം തന്നെയായിരുന്നു ഫസ്റ്റത്തത്. കാരണം എങ്ങനെയാണ് മാർജിൻ സെറ്റ് ചെയ്യേണ്ടത്, കാരണം വേറെ ആരെടുത്തും കൊടുത്തിട്ടില്ല. DTPക്കാരോ മറ്റു ലേ ഔട്ട് ഡിസൈനേഴ്സോ ആരെടുത്തും നമ്മളിത് കൊടുത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ എൻ്റെ അറിവില്ലായ്മ ഒക്കെ ഇതിൽ കാണും. എല്ലാം നമ്മൾ ജസ്റ്റ് PDF എടുത്ത് അവർക്ക് കൊടുത്തു. അതുവരെയുള്ള വർക്കുകൾ ഈ ചട്ട ഒഴിവാക്കി കഴിഞ്ഞാൽ, ചട്ട ചെയ്തത് ഇയാസാണ്, പാപ്പിനിപ്പാറ അഗത്തി ഉസ്താദിന്റെ ഒരു ശിഷ്യൻ. അതല്ലാത്ത സകലതും ചെയ്തത് നമ്മളാണ്. ഫോണ്ട് ഡിസൈൻ, ഫോണ്ട് സെലക്ട് ചെയ്തത്, അതിൻ്റെ സ്പേസ്, മാർജിൻ, ബുക്കിൻ്റെ സൈസ്, എവരിത്തിങ് നമ്മളേത്. അപ്പോഴകത്തി പറഞ്ഞു നമ്മൊന്ന് പഠിക്കല്ലേ, നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇത് ആദ്യത്തെ പുസ്തകം ഉരുവം കൊണ്ടത്. ഏറെക്കുറെ കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് തിരിഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് പറ്റിയ അബദ്ധങ്ങളെന്ന്, ആ അബദ്ധങ്ങളും തിരുത്തി, പിന്നെ കൂടുതൽ മൊഞ്ചാക്കനും തഹ്സീനാത്ത് തജ്മീലാത്ത് അതും ചെയ്തിട്ടാണ് രണ്ടാമത്തെ എഡിഷൻ ഇവിടെ. അപ്പൊ നിങ്ങളത് രണ്ടും മേടിക്കണം എന്നാണ് ഞാൻ പറയണം. ഒന്ന് മേടിച്ചൊരു ഇതും മേടിക്കണം, രണ്ടാമത്തെ എഡിഷനും മേടിക്കണം. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ എഡിഷൻ. ഇതാണ് ഒന്നാമത്തെ എഡിഷൻ, ഇത് രണ്ടാമത്തെ എഡിഷൻ. എന്നിട്ടും രണ്ടാമത്തെ എഡിഷനിൽ എഫേർട്ട് എടുത്ത് ഇതിൻ്റെ അകത്ത് 172 പേജ് എങ്ങാണ്ടുള്ളൂ ഫസ്റ്റ് എഡിഷനിൽ. ഇതിൻ്റെ അകത്ത് 182 പേജ്, കുറെ പേജ് കൂടുതലുണ്ട്. എന്നിട്ട് നമ്മൾ ക്യാഷ് അത് തന്നെയാണ്. കാരണം ഫസ്റ്റ് മേടിച്ചൊരു അതേ 150 തന്നെയാണ് പോസ്റ്റേജ് ഫ്രീ ആയിട്ട്, പോസ്റ്റൽ ചാർജ് ഒന്നും ചാർജ് ചെയ്യാണ്ട് മേടിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ഒരു ഇത് കാണിക്കരുത്, ഡിഫറൻസ് രണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് വായനക്കാർക്കിടയിൽ ആ ഒരു വേർതിരിവ് കാണിക്കരുതെന്ന് കരുതിയിട്ടാണ് പേജ് കൂടിയിട്ടും എഫേർട്ട് കൂടിയിട്ടും ചെലവ് കൂടിയിട്ടും ഇപ്പോഴും ഈ സെക്കൻഡ് എഡിഷനും അതേ 150-ന് 150-ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോട് അതേ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് വിറ്റ് കാശാച്ച് പണക്കാരനാവാനൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ വകയിൽ ദീനീയായ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക, നാളാഖിറത്തിൽ നമ്മൾ മരിച്ചു പോയാൽ, ഇപ്പം അഗസ്ത്യ മരിച്ചു പോയപ്പോൾ അവരുടെ സേവനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നത് ഈ കിതാബും ഒരു കാരണമാണ്. തിൽമീതന്മാരും ഉണ്ട്, ഇല്ലാന്നല്ല. അപ്പം നമ്മൾ മരിച്ചു പോയാലും ഇങ്ങനൊരു പുസ്തകമൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത് വായിക്കും. അപ്പം ആ പേരെന്താണ്, അനുഹാസി, ആരാണ് അയാൾ? മഹാന്മാരെ പറ്റി, സ്വാലിഹ്യങ്ങളെ പറ്റി, അവരുടെ സ്വഭാവങ്ങളെ പറ്റിയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ നമുക്കൊരു ഫാത്തിഹോദേ നമുക്ക് വേണ്ടി ഒരു ആരൊക്കെ ചെയ്യും. ഒരാൾക്ക് ഇത് കണ്ടിട്ടൊരു പ്രേരണ ഉണ്ടായാൽ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ചെലവായ പണം കിട്ടുക എന്നുള്ളതാണ്. ചെലവാക്കിയല്ലോ, അതൊരു പ്രശ്നമൊക്കെ കൊടുത്തല്ലേ, അല്ലാത്ത ഒന്നും ഇതിൽ ഉദ്ദേശമില്ല. അപ്പൊ പല ആളുകളും ഒന്നാമത്തെ എഡിഷൻ മേടിച്ചവർ പറയുന്നത് അത് ശരിയായില്ല, തെറ്റാണ്. അതിലെനിക്കൊരു ശരികേട് തോന്നണില്ല. നമുക്ക് തോന്നണ്ടേ? ഒന്നും തോന്നിയിട്ടില്ല. പുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെടാന്നുള്ളതൊരു സ്വാഭാവികമായ കാര്യമാണ്. രണ്ടാം ഭാഗമായിട്ട് ഇറക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇതിൻ്റെ അകത്തുള്ളത് ഇതിൽ തന്നെയല്ലേ. പിന്നെ ഇതിനെങ്ങനെ രണ്ടാം ഭാഗം? ഇതിന് രണ്ടാം ഭാഗമല്ല, ഇതിൽ വന്ന ഇത് കണ്ട, ഇതിൻ്റെ അകത്തുള്ള സ്പേസുകൾ, ഇതിൻ്റെ അകത്തുള്ള ഫോണ്ട്, ഇതൊക്കെ മാറ്റി നമ്മൾ. അത് നിങ്ങൾക്ക് ഈ പറയുന്നത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വായിക്കണം, ഇത് മേടിക്കണം. അപ്പം നിങ്ങൾക്കറിയാം. ചില ഹിക്കായത്തിൽ ഇവിടെ 2 പേജ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ഹിക്കായത്ത് ഇതിലൊരു പേജിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വായിച്ച് രാഗി ഒന്നാക്കി ചിലത് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നി ഇതിലാ എഴുതിയത് ഒരു പാരഗ്രാഫിലോ 1.5 പാരഗ്രാഫിലോ എഴുതിയതും ആളുകൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ടത്.
വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? കാരണം മരിച്ചതിന് ശേഷമല്ലത്, വേറെ ആരും വന്നല്ല ചെയ്യേണ്ടത്, ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്. എഴുത്തുകാരൻ ഹയാത്തുള്ളപ്പോഴല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എഴുത്തുകാരൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പുസ്തകത്തിൽ എന്ത് ചെയ്യും? അതൊക്കെ ആകെ തവക്കുഫായി പോവും. ജീവിച്ചിരിക്കുമ്പോൾ എന്തും ചെയ്യാം. അതുകൊണ്ട് ചെയ്തണ ആരും മേടിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. ഏത് ഒന്നാം ഭാഗം മേടിച്ചു, ആരും ഒന്നും മേടിക്കാത്തൊരു ഇത് മേടിക്കണം നിർബന്ധമായിട്ട്. മറ്റത് എന്തില്ല, നിർബന്ധമില്ല. പക്ഷെ അത് നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാകാൻ നിങ്ങൾ മേടിക്കണം. ഒരു 150യുടെ കേസുള്ളൂ, പക്ഷെ അത് നിങ്ങൾക്ക് ആ മേടിക്കുമ്പോൾ ആ വ്യത്യാസം മനസ്സിലാവും. എന്തിനാണ് നുഹാസ് ഉസ്താദ് ഈ പണിയെടുത്തതെന്ന് നിങ്ങൾക്കറിയോ? വേറെ എല്ലാ പുസ്തകത്തിലും അഗത്യുസ്താ പറഞ്ഞു, നുഹാസിയെ ഇനി അത് നമുക്ക് കൈവെക്കണ്ട, സെയിം നമുക്ക് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പണലാഭമുണ്ട്. അതായത് അവരടുത്ത് അതിൻ്റെ പ്ലേറ്റുകളുണ്ട്, നമ്മൾ ഈ ഒന്നാം ഭാഗം അടിച്ച പ്ലേറ്റ് ഉണ്ട്. ജസ്റ്റ് പ്രസ്സിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി, ഇനിയും ഇത്രയും കോപ്പി അടിക്കാൻ പറഞ്ഞാൽ അവർ അടിച്ചു തരും. അത് പോരേന്ന് ചോദിച്ചു. MA വയനാട് പറഞ്ഞു അത് പോരേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോരാ, ഒരു പുസ്തകം നമ്മൾ മാർക്കറ്റിൽ നമ്മുടേതായിട്ട് ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ആരും വിശ്വസിക്കും കൂടിയില്ല. ഒന്നാം എഡിഷൻ ഇറങ്ങിയിട്ട് അതിൻ്റെ 2ാം എഡിഷന് 6 മാസമാണ് ഞാനിത് പണിയെടുത്തത്, എങ്ങും പോകാണ്ട്. അപ്പൊ 6 മാസം പണിയെടുക്കാൻ മാത്രം എന്താണെന്ന് അത് അറിയണമെങ്കിൽ ഇത് നോക്കന്നെ വേണം നിങ്ങൾ. ഒന്നാമത്തത് ഇത് ചെയ്തത് MS വേർഡിലാണ്. മറ്റേ ഇൻഡിസൈനോ പേജ് മേക്കറോ ഒന്നിലുമല്ല, ഇത് മൊത്തം ചെയ്തത് വേർഡില്ല, നമ്മുടെ MS വേർഡ്. ആ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഏത് പുസ്തകവും ഇന്നും നിങ്ങൾക്ക് കിട്ടുന്ന മലയാള പുസ്തകങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ അറ്റങ്ങളിൽ വരുമ്പോൾ കലിമത്തുകൾ മുറിയുന്നത് അവൻ്റെ എന്നുള്ളപ്പോൾ അവ അടുത്തതിലായിരിക്കും ഇൻ്റെ എന്ന്. അള്ളാഹു എന്നുണ്ടെങ്കിൽ അള്ളാഹു ഇവിടെ ഉണ്ടാവും. മുഹമ്മദ് എന്നുള്ളതിന് മുഹമ്മദ്, അങ്ങനത്തെ മുറിച്ച് ഒരു വാക്കുകൾ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കലിമത്ത്, ഇപ്പൊ മുഹമ്മദ് അല്ലെങ്കിൽ അള്ളാഹ് അല്ലെങ്കിൽ മുഹയ്യിദ്ദീൻ, അതല്ലെങ്കിൽ അവൻ്റെ, അവൾ, ഇങ്ങനെ ഒരു ഒരു പദം 2 വരികളിലായിട്ട് വരുത്തുന്നത് ഭാഷക്ക് തന്നെ ഭംഗിയും നിയമവിരുദ്ധവും പാടില്ലാത്തതുമാണ്. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ പണ്ട് കാലത്ത് ഒരു സ്ലാഷ് ഇടാറുണ്ട് എഴുതുമ്പോൾ. സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇങ്ങനെ അവൻ്റെ എഴുതുമ്പോൾ അവ കഴിഞ്ഞിട്ട് ഇൻ്റെ എഴുതാൻ സ്ഥലമില്ലെങ്കിൽ ഒരു വര വരച്ചോളണം അവിടെ. നമ്മുടെ ഇന്നത്തെ പ്രസ്സിലും നമ്മുടെ രീതിയിലൊന്നും ആരും അത് ശ്രദ്ധിക്കണില്ല, ആരും അത് പാലിക്കുന്നില്ല. ഭാഷയിൽ മലയാളത്തിലെ നമ്മളെ ഇസ്ലാമിക പ്രസിദ്ധീകരണം മാത്രമല്ല, DC ആണെങ്കിലും ആരാണെങ്കിലും ആ വിഷയത്തിൽ ഒട്ടും ശ്രദ്ധയില്ല. വാക്കുകൾ മുറിച്ച് കളയുന്നത് എനിക്കത് തീരെ പറ്റയില്ല. വാക്കുകൾ മുറിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എഡിഷനും സെക്കൻഡ് എഡിഷനും സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇൻഡിസൈനിൽ വർക്ക് ചെയ്യുന്നവരെ സമീപിച്ചു, പേജ് മേക്കറിൽ ഇല്ലുസ്ട്രേറ്റർ, അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു വരുമ്പോൾ ആ മുറിച്ചിടാൻ ഒരാൾക്കൊരു വിഷമമില്ല, ഒരു ദണ്ണവും ഇല്ല ആർക്കും. എനിക്ക് തീരെ പറ്റൂല. അത് ഭാഷക്ക് അറബിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അത് പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ മുറിക്കല്. നിങ്ങൾ നോക്കിക്കോ, ഈ പുസ്തകത്തിലും അതില്ല, പക്ഷെ അതിനേറെ ഈ പുസ്തകത്തിൽ അങ്ങനത്തെ ഉണ്ടാകാൻ 0.1 ചാൻസേ ഉള്ളൂ. അത്ര ഗ്യാരണ്ടിയാണ്. അതിനാണ് 6 മാസം ഞാൻ പടാപ്പാട് കേട്ടത്. കാരണം മുറിയണ സമയത്ത് വേറെ നിവൃത്തിയൊന്നുമില്ല, ജുംല തന്നെ മാറ്റിയതിൻ്റെ ചിലപ്പോൾ അതിനൊപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അള്ളാഹുവിൻ്റെ അത് പോട്ടെ, ഉദാഹരണം കൂടുതൽ നീട്ടി പറയുന്നില്ല. ഒരുപാട് പണി 6 മാസം സെക്കൻഡ് എഡിഷന് വേണ്ടി മാത്രം. ദുനിയാവിൽ എനിക്ക് തോന്നുന്ന ഒരാളത് ചെയ്യുന്നു. അകത്തിയോനെ കളിയാക്കി മറ്റുള്ളവരെ കളിയാക്കി പറയുകയും ചെയ്തു. ഇത് ഭ്രാന്താണ്. കാരണം ഓൾറെഡി പുസ്തകം മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞു, അത് ഓൾറെഡി പ്രിന്റ് ചെയ്യപ്പെട്ടതാണ്, അതിന്റെ പ്ലേറ്റ് പ്രസ്സുകാരെടുത്തുണ്ട്. നമുക്ക് ഇത്ര കോപ്പി വേണമെന്ന് പറഞ്ഞാൽ അടിച്ചു തരും. നമുക്ക് സാമ്പത്തികമായിട്ടും സമയവും ഒക്കെ ലാഭമാണ്. അത് പോരെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ വാശിയായിരുന്നു. അതിൻ്റെ അകത്തുള്ള എല്ലാ കുറവുകളും പരമാവധി പരിഹരിച്ചിട്ട് വേണം 2ാം എഡിഷൻ വരാൻ. 6 മാസം ഞാൻ ഇരുന്നിട്ട് ഒപ്പിച്ചാണ് ഒരു പുതിയ പുസ്തകം. അത് കാരണം എൻ്റെ വേറെ 2, 3, 4, 5 പുസ്തകങ്ങൾ പെൻഡിങ് ആയി. എന്നാലും വേണ്ടിയില്ല, സത്യത്തിൽ ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പം ഈ കാലയളവിൽ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല. എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല, ഒരു വിഷമവും തോന്നിയില്ല. ഒരാളും സഹകരിച്ചില്ലെങ്കിലും എല്ലാവരും വിമർശിച്ചെങ്കിലും ഞാൻ
ഇതിൽ തൃപ്തനാണ്. അവസാനം മരിക്കുന്നതിന് മുമ്പ് ഇത് പ്രിന്റ് ചെയ്തിട്ടൊക്കെ അതെ മൂപ്പരനൊക്കെ ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും ഇവിടെ പുസ്തകം സൂപ്പറായിട്ട് നുഹാസ്, നല്ല ഭംഗി, കാണാൻ ഒരു അന്തസ്സുണ്ട്, ഒരാൾക്ക് കൈ പിടിക്കാനുണ്ട്. അതാണ് ഈ അധ്വാനത്തിന്റെ ഫലമാണ്. മൂപ്പര് വളരെയധികം അഭിമാനിച്ചിരുന്നു ഈ പുസ്തകം ഈ രൂപത്തിൽ വന്നപ്പോൾ. ഉള്ളു നിങ്ങൾ നോക്കിയാൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 150 പോയാലും പോട്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാൻ ഒരെണ്ണം മേടിച്ച് നോക്ക്, എന്നിട്ട് എന്നെ വിമർശിക്കണമെങ്കിൽ ഞാൻ സഹിക്കുക. ഇത് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നണ് ഇപ്പോഴും ഈ തീരുമാനം തെറ്റായിരുന്നു, ഇതുപോലെ തന്നെ മതിയായിരുന്നു പറയണമെങ്കിൽ അത് ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഉമ്മം വെക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും മേടിക്കണം. ഇതിങ്ങനെയാണ് സഹകരിക്കല്, അല്ലാണ്ട് എനിക്ക് കുറേ പണം തന്നിട്ട് സഹകരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാ ഞാൻ മാത്രമല്ല, നമ്മള് സത്യത്തില് ഞാൻ ഈ നമ്മളെ ചെറിയ മുത്താലിം എന്നല്ല, ചെറുതാക്കി പറഞ്ഞല്ല, മുത്താലിംസും മുസ്ലിയാക്കന്മാരൊക്കെ എഴുതുന്ന പുസ്തകങ്ങൾ മിക്കവാറും ഞാൻ കാശ് കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഒരു പ്രോത്സാഹനം, എൻകറേജ്മെന്റും കൂടിയാണ്. അവരെ സായിന് ഇപ്പോൾ ഒരാളൊരു കഷ്ടപ്പെട്ട് ഒരു വിഷയത്തിൽ പുസ്തകം എഴുതുമ്പോൾ അയാളുടെ ഒരു മേഖലയിൽ നമുക്ക് പ്രത്യേകിച്ച് സഹായിക്കാനോ സഹകരിക്കാനോ വായ്പില്ല, ചാൻസ് ഇല്ല. അയാളൊരു സ്ഥലത്തിരുന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫിഖ്ഹ് സേവനങ്ങൾ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ ഒരാൾ പുസ്തകം എഴുതുമ്പോൾ അത് അയാളാണ് അതിനു വേണ്ടി വെള്ളം കുടിക്കുന്നത്, അയാളാണ് ഇടങ്ങാറാവണത്, ഒക്കെ ചെയ്ത് ഫൈനലി ഈ കോട്ടെ ബുക്ക് അയാളൊരു ബുക്ക് ഉണ്ടാക്കി. നമുക്കിനിപ്പോൾ ഇതിനോടൊന്ന് സഹകരിച്ചു കൊടുക്കാൻ എന്താ മാർഗം? അത് വില കൊടുത്ത് മേടിക്കാന്നുള്ള തന്നെ. അത് ഫ്രീ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാതെ, അത് കോംപ്ലിമെന്റ് കോപ്പി ആയിട്ട് കിട്ടാൻ കാത്തിരിക്കാതെ, അതിനൊരു ആ വില പറയുന്നു, ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ ഡിസ്കൗണ്ട്, ഓക്കെ, അത് കൊടുത്തിട്ട് സ്വന്തമാക്കുമ്പോഴാണ് അയാളുടെ ജുഹദ് സഅയില് നമ്മളും ഭാഗവക്കാവുന്നത്. അങ്ങനെയാണ് നമുക്കും കൂലി കിട്ടുക. ഞാൻ ഈ ദീനിയായ ഉലൂമുകളുള്ള ദീനിയായ കിതാബുകളെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അയാളുടെ ആ വിഷയത്തിൽ നമ്മൊന്ന് സഹകരിച്ചത്, അപ്പൊ നമുക്കും ഒരു കാശ് കൊടുത്താൽ നമ്മൾ അയാളുടെ സഅയിൽ നമ്മൾ ഭാഗവക്കായി. അത് അപ്പോഴും അവഗണിക്കരുത്, അത് ശരിയല്ല. അങ്ങനെ ആവുമ്പോൾ എന്ത് പറ്റും എന്നറിയും നിങ്ങൾക്ക്? ആളുകളും മുതഅല്ലിമീങ്ങളും യുവ പണ്ഡിതന്മാരും ഈ മേഖലയിൽ നിന്ന് വിട്ടേക്കും. എന്താടാ സ്വാമി ഇത്, എവളോ എഴുതിനാലും ഒരു പ്രയോജനം കിടയാത്, ഒരു മൂലയ്ക്ക് അത് കെട്ടുകെട്ടായിട്ട് ഭാണ്ഡങ്ങളായിട്ട് വീട്ടിലും റൂമിലും ഹാളിലും സ്റ്റോർ റൂമിലും ഒക്കെ സൂക്ഷിക്കാനാണെങ്കിൽ ഈ പണിക്ക് നിൽക്കൂല ഒരാള്, എഴുത്ത് നിർത്തിക്കളയും. അതോടുകൂടിയിട്ട് ഒരു എഴുത്തിന്റെ ആ ഇസ്ലാമിക സാഹിത്യത്തിലോട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലോട്ട് ഉള്ള എഴുത്തിന്റെ സംഭാവനകൾ നിൽക്കും. കാരണം ഞാൻ എഴുതിയിട്ട് ആര് മേടിക്കാനാണ്? എഴുതി പ്രസ് കൊടുക്കാനുള്ള കാശ് കടം, ഒരു ഉപകാരവും ഇല്ല, അവിടെ കിടക്കും. ഈ അവസ്ഥ നമ്മുടെ ഉമ്മത്തിലെ പണ്ഡിതർക്ക് അല്ലെങ്കിൽ ഈ മുതഅല്ലിമീങ്ങൾക്ക് സംഭവിച്ചുകൂടാ. അതിനെ നമ്മളെല്ലാവരും സഹകരിക്കേണ്ടത്. അതിന് നമ്മൾ സഹകരിക്കണം, വിട്ടുകൊടുക്കരുത്. ഒരു പുസ്തകം 100 റുപ്യ 150 200 കൊടുത്ത് നമുക്ക് അഫോർഡബിൾ ആയത് കൊടുത്തിട്ട് അത് മേടിച്ച് സ്വന്തമാക്കുക. ഓക്കെ, നിങ്ങൾ വായിക്കാത്തവരാണെങ്കിൽ വായിക്കുന്നവർക്ക് കൈമാറ്. ഇത് ഞാൻ എൻ്റെ പുസ്തകത്തിന് വേണ്ടി പറഞ്ഞല്ലോ, തെറ്റിദ്ധരിക്കേണ്ടത്. ഈ വീഡിയോയിൽ വന്നു പോയതാ എൻ്റെ വിഷയം പെട്ടെന്ന്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് പറയണല്ല. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ ഈ പുസ്തകം തന്നെയല്ല, ഏത് കുട്ടികളുടെ പുസ്തകങ്ങളും നമ്മുടെ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ കുട്ടികൾ നല്ല നല്ല ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരെ പറ്റി സാലിഹ്യങ്ങളെ പറ്റിയൊക്കെ അവരെ പറ്റി പഠിച്ചിട്ട് നല്ല നല്ല പുസ്തകങ്ങൾ കുറച്ച് പേജ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ പുസ്തകം എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തിരുരങ്ങാടി പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരെ പറ്റിയിട്ട് ഒക്കെ. അത് ആ കുട്ടികളുടെ ശ്രമമാണ്, കഷ്ടപ്പെട്ടിട്ടാണ് അവരത് ഒപ്പിച്ചെടുക്കുന്നത്. ഒരു ചെറിയ പുസ്തകമാണ് പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരെ പറ്റിയിട്ട്. നമുക്കെന്താണ്, 100 150 കൊടുത്തത് മേടിച്ചാൽ അത് അവരെ പ്രോത്സാഹിപ്പിക്കലാണ്, അവരെ സഹായിക്കലാണ്, അവരെ വീണ്ടും വീണ്ടും എഴുതാനും പഠിക്കാനും നടത്തുന്ന. അങ്ങനെ എല്ലാവരും ഒട്ടുമിക്കവരും വളരെ അല്ലെങ്കിൽ ഇത് നിന്നുപോകും. നിങ്ങളുടെ അടുത്ത് കാശുണ്ട്, നിങ്ങൾക്ക് ഇത് വായനാ തൽപരനല്ലെങ്കിൽ നിങ്ങൾ പിന്മാറണ്ട. അത് മേടിച്ചിട്ട് നിങ്ങളെ മദ്രസയിൽ കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസ സ്കൂളിലെ പള്ളിയിലെ ലൈബ്രറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തെ കുട്ടികൾക്കോ. എത്രയോ പേർക്ക് വായിക്കാൻ പൂതിയുണ്ട്, കാശില്ലാണ്ട് മേടിക്കുന്നില്ല, അവർക്ക് കൊടുക്കുക. അപ്പോഴും നിങ്ങൾക്ക് കൂലിയുണ്ട്.
അങ്ങനെ ഇപ്പൊ എല്ലാവരും എല്ലാം വായിക്കുന്നവരാവണം എന്നില്ല, എല്ലാം ഇഷ്ടമുള്ളവരായിരിക്കണം എന്നില്ല. അത് സത്യമായ കാര്യമാണ്. എന്നാലും പിന്മാറരുത്. ഒരു പുസ്തകമല്ലേ, 150 ഉറുപ്പ്യല്ലേ, 200 ഉറുപ്പ്യല്ലേ, അതൊന്ന് ഗൂഗിൾ പേ ചെയ്തിട്ട് മേടിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കും കൂടി വേണ്ട, ഗൂഗിൾ പേ ചെയ്യുക, ആ കുട്ടിയുടെ മുത്താലിമിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ആ വീട്ടമ്മയുടെ അഡ്രസ്സ്, ഏത് അഡ്രസ്സ് അയച്ച് ഈ അഡ്രസ്സിലേക്ക് ഒരു പുസ്തകം പോയിക്കോട്ടെ, അത് പോകും. നിങ്ങൾ അങ്ങനെയാണ് നസ്റുൽ ഇൽമ് പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? എല്ലാരും മുദരിസ്മാരാവല, എല്ലാരും മദ്രസയിലെ മൈര്യാക്കന്മാരാവല അല്ലല്ലോ. ഇതൊക്കെ ഇൽമു പ്രചാരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് മടിക്കരുത്. ഈ ഒരു പുസ്തകം മേടിക്കാൻ വേണ്ടി മാത്രമല്ല എൻ്റെ ഈ പ്രസംഗം, അത് തെറ്റിദ്ധരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്തായ ഫദ്ല് കൊണ്ട് ഞാൻ റബ്ബിന്റെ നിഅമത്തോടാണ്. ഈ പുസ്തകം വെച്ചിട്ട് വേണ്ട നമുക്ക് എന്തെങ്കിലും നേടാൻ, വിജയിക്കാൻ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഞാൻ നിങ്ങളുടെ മുമ്പ് എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകം ആദ്യത്തെ പ്രതി വിറ്റതെല്ലാം നമ്മൾ 2-3 ആൾക്കാരെ ചികിത്സക്ക് വേണ്ടി ചെലവാക്കിയതാ. ഇതിൽ നിന്ന് കിട്ടിയത് മൊത്തം റബ്ബ് അൽഹംദുലില്ലാ നമുക്ക് തരുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വിറ്റിട്ട് കിട്ടിയ നിങ്ങളയച്ച 150 ഒക്കെ നമ്മൾ ആ നിലക്കാ ചെലവാക്കിയത്. 2-3 ആൾക്കാർ ചികിത്സക്കും വേറെ വിഷയത്തിന് കുറച്ചല്ലേ കാശിട്ടുള്ളൂ. ഇത് എനിക്ക് പക്ഷെ മറ്റൊരുപാട് മുത്തഅല്ലിമീങ്ങൾ, യുവപണ്ഡിതന്മാർ, ചെറുപ്പക്കാർ പല വിഷയത്തിലും പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അത് നിങ്ങൾ മേടിക്കണം, ആവശ്യം മേടിക്കണം. എന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മിഷനിൽ, ടാസ്കിൽ നിങ്ങളും ഭാഗവക്കാവണം. അത് ഇൽമിന്റെ നെഷറായിട്ട് അത് കണക്കാക്കും. നല്ല നീയത്തുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം കിട്ടും. അള്ളാഹു അത്തരം പ്രതിഫലം കൊണ്ട് അനുഗ്രഹീതരാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ വീഡിയോ ഇതോടുകൂടി ഞാൻ തീർത്ത് ഞാൻ പോകൂല. ഇനിയും ഞാൻ ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് വരും. അപ്പോഴും നിങ്ങളത് കേൾക്കണം, നിങ്ങളത് മേടിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.